നമസ്കാരം ഗൈസ്, നമ്മളൊന്നൊരു ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. റിയാക്ഷൻ അല്ല, ആക്ച്വലി റിവ്യൂ ആണ്. റിയാക്ഷൻ പ്ലസ്. ഓക്കെ, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റിയാക്ഷൻ പ്ലസ് റിവ്യൂയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും സിനിമ വന്നിട്ടുണ്ടോ? ഇന്നല്ല, മെനിഞ്ഞാണ് ഒരു തമിഴ് ഫിലിം നാനേ വരുവേനെന്ന് പറഞ്ഞാൽ ധനുഷ് സ്റ്റാർ ചെയ്യുന്ന സെൽവരാഘവൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അവർ മുമ്പേ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളാണ്. ഞങ്ങൾക്ക് അറിയായിരിക്കും, ലൈക്ക് നമ്മുടെ എന്താ പുതുപ്പേട്ടൈ എന്ന് പറഞ്ഞ ഒരു തമിഴ് പണ്ടത്തെ അതൊക്കെ നല്ല വൈബുള്ള കുറച്ച് സ്വാഗുള്ള, അതായത് ഒരു തമിഴ് ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ കുറച്ചും കൂടെ ഒരു മാറ്റി ചിന്തിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഫിലിമുകളാണ്. നല്ല പടമാണ്, ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, പഴയ പടം. അപ്പൊ അതേപോലത്തെ ഒരു സ്വാഗ് ഓൾമോസ്റ്റ് ഒരുപാട് വർഷമായി രണ്ടുപേരും ഒരു കോംബോ വന്നിട്ട്. അപ്പോൾ അത് ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും രണ്ടുപേരും വന്ന് ഒരു നല്ല ഫിലിം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ട്രെയിലർ റിയാക്ട് ചെയ്യാം. സോറി, റിയാക്ഷൻ പ്ലസ് റിവ്യൂ. ഓക്കെ, വെൽക്കം ടു ദ അപരാധി ഷോ. കളർ ഗ്രേഡിങ് ഒരു പ്രത്യേകതരം കളർ, വാം, കോൾഡ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല എൻഗേജിങ്. ഒരു കളേഴ്സ് ഭയങ്കര പോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ വീഡിയോസ് ഇട്ടിട്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു, ഈ ഒരു ഇടയ്ക്ക് നമ്മള് ഒരു 4-5 ട്രെയിലർ കണ്ടിട്ട് കുറച്ചും കൂടെ ഒരു നല്ലൊരു വൈബ് കിട്ടിയ ഒരു ട്രെയിലർ ഇത് തന്നെയാണ്. ആൻഡ് ആ ഒരു ട്യൂണും ട്യൂണാണ് രക്ഷയില്ല. സോങ് കുറെ ദിവസം മുമ്പ് ലൈക്ക് റിലീസ് ആയതാണ്, ഞാൻ റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ട്. അതൊരു എന്താ പറയാ, ഒരു മൂടി ആ ഒരു സോങ്, എന്താ പറയാ, ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾക്ക് കാണും, കേൾക്കുമ്പോ നമ്മളെന്തോ ചെയ്യാൻ പോവാണ്, നമ്മളെന്തോ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളൊരു മൂഡ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ കളറ് എന്താ പറയാ, ഒരു ധനുഷ് വരുമ്പോൾ ഉള്ളതെല്ലാം വാം ടോണും, ഒരു ധനുഷ് വരുമ്പോൾ ഉള്ളതെല്ലാം കൂൾ ടോൺ, അതായത് ഡാർക്കും നല്ല എന്താ പറയാ ബ്രൈറ്റ് ഹാപ്പി ഫിലിം തോന്നുന്നു. ആൾട്ടർ ഈഗോ, ഒരാളൊരു പീസ്ഫുൾ മൈൻഡിലുള്ള ഒരു ധനുഷും ഒരാൾ കുറച്ച് ഈവിൾ സൈഡുള്ള ധനുഷുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ, എനിക്ക് ബ്രദേഴ്സ് ആണ്, ട്വിൻസ് ആണെന്നാണ് തോന്നുന്നത്. ആൻഡ് ഇവർ രണ്ടുപേരും ഓൾമോസ്റ്റ് കൊച്ചിലെ തന്നെ അടിച്ചു പിരിഞ്ഞ്, ഒരാള് ഒരു സൈക്കോപാത്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിനകത്തൊരു സീനില്ലേ, അതായത് ധനുഷ് അമ്പിടാൻ പോകുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ വേറൊരാൾ അമ്പിടുന്ന പോലെ, ഒരു പാട്ടുവാസി അമ്പിടുന്ന കാണിക്കുന്നത്. അപ്പൊ എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ചൈൽഡ്ഹുഡിൽ തന്നെ ഇവര് അടിച്ചു പിരിഞ്ഞ് ഇപ്പൊ രണ്ട് വേറെ പാത്തിലാണ്. എന്നിട്ട് വേറെ എന്തോ കാരണങ്ങൾ കൊണ്ട് വീണ്ടും ആ ഒരു ക്ലാഷ്, ക്രോസിംഗ് പാത്ത് ക്രോസ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഒരാളൊരു ഫാമിലി മാൻ, ലൈക്ക് വെൽ മാനേർഡ് ജെന്റിൽമാൻ, മറ്റൊരാൾ ഈ കാട്ടിൽ താമസിക്കുന്നത് തോന്നുന്നില്ല. അത് ഫാമിലി ആസ് കുറെ പിള്ളേരുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ അനാഥാലയം അങ്ങനെ മറ്റേ
അനാഥാലയ നല്ല, എന്നാലും വളർത്തുന്ന കുറച്ച് പിള്ളേർ, പക്ഷെ അതേപോലെ തന്നെ പിള്ളേരെ കൊല്ലുന്ന ഒരു ഇതും കാണിക്കുന്നുണ്ട്. എന്താ എനിക്ക് അതൊന്നും മാച്ച് ആവുന്നില്ല. അത് എനിക്കിതിനകത്ത് തോന്നുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് രണ്ട് ഫാമിലി ഉണ്ട്. മറ്റേ അതായത് കുറച്ചും കൂടെ സൈക്കോപാത്ത് ധനുഷിന്, അതിപ്പോ നമുക്കത് പറയാം, ഒരു സൈക്കോപാത്ത് ധനുഷിന് ഒരു ഫാമിലി ഉണ്ട്. അവരെല്ലാം മരിച്ചുപോയി കഴിഞ്ഞിട്ടുള്ള ഒരു അതിന് കാരണം മെയിനായിട്ട് മറ്റേ ധനുഷാണ് എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് എനിക്ക് ഇതിനകത്ത് ഇത് തോന്നിയത്. ചിലപ്പോ ഒരു ഫാൻ തിയറി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരേ ആളാണ്, ഒരേ ധനുഷാണ്, ലൈക്ക് ഡിഫറെന്റ് ടൈം ലൈൻസ്. ആദ്യം ലൈക്ക് മൊത്തത്തില് ഒരു എന്താ പറയാ ഭയങ്കര റോഗായി നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്തോ ഒരു കാര്യത്തിന് ശേഷം ഈ എന്താ പറയാ നല്ല എന്ന് പറഞ്ഞാൽ സിറ്റി ലൈഫിലോട്ട് വന്നു. അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പക്ഷെ പെട്ടെന്ന് വിന്റർ സോൾജറിൽ കാണുന്ന പോലെ പണ്ട് ചെയ്ത സാധനത്തിന് ട്രോമ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. ലൈക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, സിംബോളിസം മീനിങ് ചെയ്യാം. നമ്മളിപ്പോ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് തിയറീസ് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുപോലെ എന്തോ ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതാ പറഞ്ഞ ലൈക്ക് എന്ന് പറഞ്ഞ ഇപ്പൊ സുൽത്താൻ മൂവിയിൽ ലാസ്റ്റ് സീനിൽ സൽമാൻ ഖാൻ വേറൊരാളെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫൈറ്റ് ചെയ്യുന്ന കാണിക്കുന്ന ആരാ? സൽമാൻ ഖാനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. ലൈക്ക് ഒരു ചെറിയ സീൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്ങനെയാ പറയാനല്ലോ, ലൈക്ക് ഡയറക്ടർ അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ അങ്ങനെ ഒരുപാട് സിനിമ കണ്ടിട്ടില്ലെങ്കിലും പൊതുവായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ആംഗിൾ സാധ്യതയുണ്ടല്ലോ. നല്ലൊരു ഇതുള്ള ആളാണ്. അതാ എനിക്ക് തോന്നുന്നത്. 1011 പുള്ളിയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ ആ ടൈമിൽ ഓൾമോസ്റ്റ് ഒരു ഞാനൊക്കെ കൊച്ചിലായിരുന്ന ടൈമിലാണ് ആ സിനിമയ്ക്ക് ഇറങ്ങിയത്. അപ്പൊ ആ ടൈമിൽ അതൊരു ഹിറ്റല്ല എന്ന ഒരു ആവറേജ് പടമായിരുന്നു. കാരണം ആ ടൈമിലുള്ള ഓഡിയൻസിന് അത് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം അല്ലായിരുന്നു. പക്ഷെ ഈ ഒരു ഇടയ്ക്ക് കൊറോണ ടൈമിൽ ഓൾമോസ്റ്റ് ഒരു 2-3 years ആയിട്ട് ആ ഒരു ഫിലിമിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഓഡിയൻസിന് കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിമിന് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ച് അവർ ആ ഫിലിമൊക്കെ ഇപ്പൊ വീണ്ടും എടുത്ത് കാണുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ സാധനങ്ങൾ മനസ്സിലാവും. കാർത്തിയുടെ സിനിമയല്ലേ? അതെ. ആ സിനിമ ഓക്കെ. അത് നൈസ്. അത് ആ പണ്ടിറങ്ങി അത് ഭയങ്കര ഇതായിരുന്നു. ഞാൻ തന്നെ ഈ സോണി മാക്സിൽ ഹിന്ദി സാധനം വന്നപ്പോ ഇരുന്ന് കണ്ടതാ. പിന്നെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേറെ കണ്ടതാ. അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയാ ഒരു ഇപ്പൊ പൊന്നിയിൻ സെൽവൻ അങ്ങനെയുള്ള ആ ഒരു ജോണർ ഉണ്ടല്ലോ, അതും പിന്നെ ഫാന്റസി അങ്ങനെയുള്ള ഒരു സാധനമായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്ന ഒരാൾ ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എടുത്ത് ചിലപ്പോ ആ ഒരു ഫിലിം ആയിരിക്കും. എന്തായാലും ചെയ്തിരിക്കുന്ന ലൈക്ക് സോഫാർ കണ്ടത് വെച്ചിട്ട് നല്ലൊരു എന്താ പറയാ ക്യാമറ വർക്ക് ഈസ് ഗോണ ബി ബെസ്റ്റ് ആക്ച്വലി. അതാ പറഞ്ഞ അത് ധനുഷിന്റെ ആക്ടിങ് പറയാനുണ്ട്. അത് നൈസാണ്. അത് വലുതായിട്ട് പറയാനില്ല. ലൈക്ക് പുള്ളിക്കാരൻ ലൈക്ക് ഇപ്പൊ ഹോളിവുഡിലെ ലൈക്ക് ആ ഒരു മനുഷ്യനാണ്. നമുക്കപ്പൊ അങ്ങനെ ആക്ടിങ് ഒന്നും പറയാനില്ല. ഏത് സിനിമയാണെങ്കിലും ഒരു എന്താ പറയാ സോഫാർ കണ്ടിട്ട് നമുക്ക് പ്രോമിസിങ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കണ്ടതിൽ വെച്ച് ഇത്രയും ഇതുവരെ സോഫാർ ചാനലിന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റിയാക്ഷൻ തുടങ്ങിയതിന് ശേഷം കണ്ട നല്ലൊരു ട്രെയിലർ ഇതാണ്. അപ്പോ നല്ല ട്രെയിലർ കണ്ടാൽ നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് മനസ്സിലാക്കുക. ആൻഡ് നമുക്ക് പറയാനുള്ള എക്സ്പെക്ടേഷൻസേ ഉള്ളൂ. ആൻഡ് ഓവർ എക്സ്പെക്ട് ഞങ്ങൾ ഒരു സിനിമയ്ക്കും ചെയ്യുന്നില്ല. കാരണം സിനിമ ഒരു ഡയറക്ടറിന്റെ വ്യൂ പോയിന്റിലാണ് ആ സിനിമ ഇറക്കുന്നത്. നമുക്കതൊരു ഓഡിയൻസ് ആയിട്ട് കാണുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനകത്ത് ഓവർ എക്സ്പെക്ട് ചെയ്തതിനകത്ത് ആവശ്യമില്ല. ലൈക്ക് അവരൊരു മീറ്ററിലായിരിക്കും ആ സിനിമ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ കണ്ട ആക്ടീവ് ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളിപ്പോ ഇടുന്ന റിയാക്ഷൻ നമ്മളിപ്പോ ട്രെയിലറിനൊരു ഇതായിരുന്നു ലൈക്ക് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ നമ്മുടെ രീതി എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ഇത് ചിലപ്പോ ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന മൂവി ഇതുമായിട്ട് റിമോട്ടിൽ ഒരു ബന്ധമില്ലാത്തതായിരിക്കാം. അങ്ങനെ ആൾക്കാർ ട്രെയിലേഴ്സ് ചെയ്യാറുണ്ട്. ലൈക്ക് സ്റ്റോറി റിവീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആംഗിള് ക്ലിക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റോറി വേറൊരു സാധനമാണ് പറഞ്ഞേക്കുന്നത്. അത് രണ്ടും ക്ലിക്ക് ആവുന്നുണ്ട്. ഈവൻ ലൈക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക ലൈക്ക് ഓവറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തിയേറ്ററിൽ പോയി കരയുന്നതിനും ഭേദം
നമ്മളിലേക്ക് ഒരു കൊള്ളായിരിക്കും. ലൈക്ക് ധനുഷിന്റെ പടമാണ്, സോ പുള്ളിക്കാരൻ നൈസ് ആക്ടിങ് ആണ്. പിന്നെ ബാക്കിയുള്ള എനിക്ക് സോഫാർ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് മൊത്തത്തിലൊരു ആക്ഷൻ പാക്ഡിന് പകരം എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചും കൂടെ ഒരു സൈക്കോളജിക്കൽ ആവാം. സ്റ്റോറി കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. കാരണം സെൽവരാഘവന്റെ ഫിലിമാണ്, അതെന്തായാലും ഉണ്ടാകും. കാരണം പുള്ളിയുടെ ഇത്രയും വർഷത്തോളം ഓൾമോസ്റ്റ് ഞാൻ ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ആ ഒരു എക്സ്പെക്ടേഷനിൽ സ്റ്റോറി കൊള്ളായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ബാക്കി സിനിമ കാണാം, സിനിമ ഫ്രീ മൈൻഡ് ആയിട്ട് പോയി കാണാം, എന്നിട്ട് നമുക്ക് പറയാം, അതായിരിക്കും നല്ലത്. ലൈക്ക് സിനിമ വരുമ്പോൾ നമ്മൾ എന്തായാലും പോയി കാണുന്നതായിരിക്കും, അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയെന്നുള്ള കാര്യം കമന്റ് ചെയ്യാം. സോ ഇതാണ് ലൈക്ക് വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ദ വീഡിയോ. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ കമന്റ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ലൈക്ക് ഓൺ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.